കണ്ണും കയ്യും കാണിച്ച് കൈക്കലാക്കി പീഡിപ്പിക്കും കഞ്ഞി പിഴിഞ്ഞൊരു കലറുമിട്ട് 32 പല്ലും കാട്ടി സോദരിമാരുടെ മാനം കളയാൻ കോൺഗ്രസിന്റെ MLA സോദരിമാരുടെ നാണം കെടുത്തും സോദരിമാരെ നാണം കെടുത്തും MLA ഇനി വേണ്ടേ വേണ്ട പാലക്കാടിന് വേണ്ട ജയ് BJP ജയ് ഭാരത് മാതാ ജയ് ഭാരത് മാതാ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ തുടങ്ങുന്ന ആദ്യമായിട്ടല്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം 20-ാം തീയതി ഇതേ പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മളെല്ലാവരും കണ്ടത്. ഈ വിവാദങ്ങൾ ഇത്രത്തോളം വന്നിട്ടും അതിനകത്ത് യാതൊരുവിധ തരത്തിലുള്ള പ്രതികരണം നടത്താതെ ഈ ശബ്ദരേഖ തൻ്റേതല്ല എന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കോൺഗ്രസിന് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കാൻ തയ്യാറല്ല. ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം DYFIയുടെ CPMൻ്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞു പാലക്കാട് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ MLAക്കെതിരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്നലെ ഗോവിന്ദ മാഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞു. MLAക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് വരുന്ന സമയത്ത് ഉണ്ടാവില്ല എന്ന തരത്തിൽ തടയില്ല എന്ന തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിനർത്ഥം DYFIയുടെ നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം ഇന്നേ വരെ കാണാത്ത ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് DYFIക്കാർ പറയുന്നു. CPMൻ്റെ നേതാക്കന്മാർ പറയുന്നു ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് പാർട്ടിയും CPM ഒക്കെയുള്ള ഇവരുടെ ഇന്ത്യ സഖ്യം പരസ്യമായി പുറത്തു വന്നിരിക്കുകയാണ്. BJP ഈ വിഷയത്തിൽ ഏറ്റവും തുടക്കം മുതൽ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം രാജിവെക്കുന്നതുവരെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ സമരങ്ങളുണ്ട്. MLA എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും.